ക്രൂശിൽ കിടന്ന് കർത്താവായ യേശുക്രിസ്തു ഉച്ചരിച്ച ആറാമത്തെ മൊഴി സകലവും നിവർത്തിയായി. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് തൻ്റെ ദൗത്യ നിർവഹണം ഒറ്റവാക്കിൽ പ്രഖ്യാപിച്ചു: നിവർത്തിയായി. ഈ സംഭവം 4 സുവിശേഷകന്മാരും വ്യക്തമാക്കിയിരിക്കുന്നു. ഒന്ന്, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. മത്തായി 27:50. 2, യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. മാർക്കോസ് 15:37. 3, യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23:46. 4, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 19:30. 3 സുവിശേഷകന്മാർ യേശു ഉറക്കെ നിലവിളിച്ചു എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ പറയുന്നു നിവർത്തിയായി എന്നുള്ളതായിരുന്നു. യേശു ഉറക്കെ പറഞ്ഞ സ്വരം, ആ ശബ്ദ തരംഗം ഭൂഗോളത്തിൽ മാറ്റൊലി കൊള്ളിച്ചു. അഖിലാണ്ട സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന്റെ നിവർത്തിയായിരുന്നു അഖിലലോക സൃഷ്ടിതാവിന്റെ സ്വരത്തിൽ മുഴങ്ങിയത്. ആ ശബ്ദം പ്രകൃതി മണ്ഡലങ്ങളെ താണ്ടി സ്വർഗത്തിൽ പ്രതിധ്വനിച്ചു. കാരണം ആദാമ്യവർഗത്തിൽ വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ നിവൃത്തിയായിരുന്നു അത്. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവപുത്രന്മാർക്ക് അടങ്ങിയിരിപ്പാൻ കഴിഞ്ഞില്ല. ഇയ്യോബ് 38:6. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സ്വർഗീയ സദസ്സിൽ ആർപ്പുവിളിയോടെ നൃത്തം ചവിട്ടിയ ദൂതവൃന്ദം. അന്യപ്പെട്ടുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ യുഗങ്ങളായി കാണുവാൻ കൊതിച്ചിരുന്ന ദൈവം ഓമനകുമാരൻ കാൽവറിയിൽ നിർവഹിച്ച നീതിയുടെ നിവർത്തീകരണത്തെ ഒന്നിച്ച് സന്തോഷിച്ചു സ്വാഗതം ചെയ്തിട്ടുണ്ടാകണം. യേശു തന്നെ പറഞ്ഞു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ലൂക്കോസ് 15:10. അങ്ങനെയെങ്കിൽ മുഴുലോകത്തിനും രക്ഷ ഒരുങ്ങിയപ്പോൾ എത്ര സന്തോഷിക്കണം. ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം നിവർത്തിച്ച ഒരു ജേതാവിൻ്റെ വിജയധ്വനിയാണിത്. ക്രിസ്തുവിൻ്റെ താഴ്ചയുടെ ആഴവും ജഡാവതാരത്തിൻ്റെ ലക്ഷ്യവും ക്രൂശിൽ കാണുന്നു. ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിന് അടിയൻ പോകാം എന്ന മറുപടി നൽകി ഇറങ്ങി വന്ന യേശു സകലവും നിർവഹിച്ച ശേഷം പിതാവിനെ കണക്ക് ബോധിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്നാണ്. അനാദികാലങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയാൻ കാത്തിരുന്ന ഒരു ഇഷ്ടപദമാണ് നിവർത്തിയായി. വിവിധ സന്ദർഭങ്ങളിൽ കർത്താവ് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 12:50, 18:31, 22:37, യോഹന്നാൻ 19:28, 19:30. എന്നാലും ഇതിനോളം പോരില്ല അർത്ഥവ്യാപ്തി. യോഹന്നാൻ സ്നാപകനോട് യോർദാൻ നദിക്കകത്ത് വെച്ച് സകല നീതിയും നിവർത്തിക്കണമെന്ന് ചൊല്ലി ആരംഭിച്ച തൻ്റെ ശുശ്രൂഷ അവസാനത്തിൽ ദൈവനീതിയെ പൂർണ്ണമാക്കി നിവർത്തിയായി എന്ന് പറഞ്ഞു മുദ്ര വയ്ക്കുകയാണ്. സ്റ്റോക്കർ പറയുന്നത്, വേലയും വേദനയും ജീവിതത്തിൻ്റെ 2 വശങ്ങളാണ്. യേശുവിൻ്റെ വേലയും അതോടൊപ്പം തൻ്റെ വേദനയും വിജയകരമായ ഒരു സമാപ്തിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഈ വാക്ക് യോദ്ധാവിൻ്റെ വിജയാഘോഷത്തിൻ്റെയും അരിഷ്ടൻ്റെ നെടുവീർപ്പിൻ്റെയും ശബ്ദമാകുന്നു. ടെറ്റലിയാസ് എന്ന ഗ്രീക്ക് പദമാണ്. എല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചു എന്നാണ് അർത്ഥം. സകലവും നന്നായി പൂർത്തിയാക്കുവാൻ അവൻ സഹിച്ചത് എന്തൊക്കെയാണ്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആകാരം, യേശു പറഞ്ഞു. പൂർത്തിയായി എന്ന് പറയുന്നത് ആ ജീവിതാവലോകനത്തിൻ്റെയും ജീവിതായോധനത്തിൻ്റെയും ചിത്രമാണ്. മാത്യു ഹെൻറി പറയുന്നു, തന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ ക്രൂരമർദ്ദനങ്ങളും പരിഹാസങ്ങളും പൂർത്തിയായി. തന്നെക്കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയായി. പഴയ നിയമ വചനങ്ങൾ പൂർത്തിയായി. ന്യായപ്രമാണ കർമാനുഷ്ഠാന കൽപ്പനകൾ ജീവിതത്താൽ പൂർത്തിയാക്കി. പാപമോചനത്തിന് വേണ്ടിയുള്ള മൃഗയാഗങ്ങളും ബലികർമ്മങ്ങളും തൻ്റെ യാഗമരണത്താൽ പൂർത്തിയാക്കി. തൻ്റെ കായികവും മാനസികവുമായ പീഡകളും ദുർവഹമായ വേദനകളും തീർന്നു. തൻ്റെ ആയുസ്സിൻ്റെ ഭൗമിക കാലാവധി പൂർത്തിയായി. തന്നിൽ നല്ല വേല ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കി. മനുഷ്യവർഗത്തിൻ്റെ രക്ഷായജ്ഞം പൂർത്തിയായി. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഓരോന്നായി ചെയ്തു തീർത്തിട്ട് വിജയശ്രീലാളിതനായി വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ക്രിസ്തുവിൻ്റെ ജഡാവതാര ലക്ഷ്യം തന്നെ ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു. വേദപുസ്തകത്തിലെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. അവൻ്റെ ഒന്നാമത്തെ വരവിലെ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായതുപോലെ രണ്ടാമത്തെ വരവിൻ്റെ പ്രവചനങ്ങളും നിവൃത്തിയാകും. ക്രിസ്തു മനുഷ്യൻ്റെ പാവങ്ങൾക്ക് നിവൃത്തി വരുത്തി, മനുഷ്യൻ്റെ ശാപങ്ങൾക്ക് നിവൃത്തി വരുത്തി. പഴയ നിയമ ആചാര അനുഷ്ഠാന യാഗകർമ്മ ക്രിയാദികൾക്ക് അവൻ നിവൃത്തി വരുത്തി. ദേവാലയ തിരശ്ശീല രണ്ടായി ചീന്തി
പുരോഹിത വസ്ത്രം കീറി പൗരോഹിത്യ മറയ്ക്ക് നീക്കം വരുത്തി. മനുഷ്യന് ശാന്തി നൽകാത്ത മൃഗയാഗങ്ങൾക്ക് നിവർത്തി വരുത്തി. ഇവിടെ ഇതാ യാഗവസ്തു ക്രിസ്തു തന്നെ. എബ്രായർ 9:28. ആണ്ടിലൊരിക്കൽ കൃപാസനത്തിനടുക്കൽ പോകുന്ന പൗരോഹിത്യത്തിന് നീക്കം വരുത്തി ക്രിസ്തു എന്നേക്കുമുള്ള പുരോഹിതനായി. എബ്രായർ 7:26-27. യാഗം അർപ്പിച്ച വ്യക്തി ക്രിസ്തു. മൃഗരക്തം തൻ്റെ സ്വന്തം രക്തം. യേശു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. എബ്രായർ 7:27, എബ്രായർ 9:14, റോമർ 10:4, 6:14. ലോകത്തിന്റെ കഷ്ടത്തിൽ തികഞ്ഞവനായി ക്രിസ്തു അനുഭവിച്ച വേദന വാക്കുകൾക്കതീതമാണ്. സാത്താൻ ആത്മാവിലും മനുഷ്യൻ ശരീരത്തിലും വേണ്ടുവോളം പീഡിപ്പിച്ചു. അന്ത്യമണിക്കൂറുകൾ സമാഗതമായി. ഗെത്ശമനയിലെ തിക്താനുഭവം, തുടർന്ന് കയ്യഫാവിന്റെയും പീലാത്തോസിന്റെയും ഹേരോദാവിന്റെയും മാറി മാറിയുള്ള വിസ്താരം, നിഷ്ഠൂരരായ പടയാളികളുടെ ചാട്ടവാറടിയും പരിഹാസവും, ദൈവക്രോധ പാനപാത്രം പാനം ചെയ്തു. അതിന്റെ മട്ട് മുഴുവനും വലിച്ചു കുടിച്ചു. ഒന്നും ബാക്കി വയ്ക്കാതെ ക്രൂശിലിതാ സകലവും നിവർത്തിക്കുകയാണ്. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിച്ച് നിവർത്തി വരുത്തി. 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് നിവർത്തി വരുത്തി. വിശ്വസിക്കുന്നവർക്ക് ജീവനായി പ്രവർത്തിക്കുന്നു. മാനവരാശിയെ കീഴടക്കി ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ തകർച്ചയുടെ മണിനാദമാണ് നിവർത്തിയായതിലൂടെ മുഴങ്ങിയത്. ന്യായപ്രമാണത്തെ, പിതാവിന്റെ ഇഷ്ടത്തെ, ലോകത്തിന്റെ കഷ്ടതകളെ, മനുഷ്യന്റെ പാപത്തെ, സാത്താന്റെ പ്രവർത്തന മണ്ഡലത്തെ, ഇങ്ങനെ തുടങ്ങി സകലത്തിനും അവൻ നിവർത്തി കൽപ്പിച്ചു. ലോകമത പണ്ഡിതരും ഗുരുക്കന്മാരും രാജാക്കന്മാരും മന്ത്രിമാരും സകലരും തീരുമ്പോൾ കാൽവറിയിൽ യേശു പറഞ്ഞു, സകലവും തീർന്നു. അത് താൻ തീർന്നു എന്നല്ല, ലോകം കരുതി യേശു തീർന്നെന്ന്. ഇല്ല, അവൻ തീർത്തതത്രേ സകലവും. സ്നേഹിത, നിന്റെ പാപത്തെ ഏറ്റെടുത്ത് നിവർത്തിച്ച യേശുവിന്റെ കൽപ്പനകളെ നീ നിവർത്തിക്കുന്നുവോ? ക്രൂശിൽ സകലവും നിവർത്തിച്ചവന്റെ ഹിതം നിവർത്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ.